എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ 2022 ലോകകപ്പിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മത്സരത്തിൽ മെസ്സി കപ്പുയർത്തുന്നത് കൊണ്ട് കണ്ണു നിറഞ്ഞ ആരാധകരുണ്ടാവും. അത് അർജന്റീന ആരാധകരുണ്ടാവും, കൂടാതെ മെസ്സിയുടെയും ആരാധകരുണ്ടാവും. എത്രയോ കാലങ്ങളായി ആരാധകർ സ്വപ്നം കണ്ട ഒരു കാര്യമായിരുന്നു അത്. ആ ആരാധകരുടെ ഒരു കാത്തിരിപ്പാണ് 2022 ലോകകപ്പില് ലോകം സാക്ഷ്യം വഹിച്ചത്. അടുത്ത അർജന്റീന വൈരികൾ പോലും ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ആ വലിയ സ്വപ്ന നിമിഷത്തിന് വേണ്ടിയിട്ട് സാക്ഷിയാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ, തുടരും സിനിമയിലേക്ക് വന്നാൽ ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ. ഓരോ മോഹൻലാൽ ആരാധകനും ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ പഴയ മോഹൻലാലിനെ ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ. മുണ്ടൊടുത്ത മോഹൻലാൽ, തോള് കുറച്ച് ചെരിഞ്ഞ് നടക്കുന്ന മോഹൻലാൽ, പാട്ടുപാടി പിന്നിലേക്ക് പോകുന്ന മോഹൻലാൽ. ഇനി മെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടിക്കാലത്തുണ്ടായ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിയിൽ അവസാനിച്ചു പോയേക്കുമെന്ന് കരുതിയ ഒരു ജീവിതത്തെ മെസ്സി ലോകത്തിലെ 1-ാം നമ്പർ ഫുട്ബോളർ എന്ന നിലയിൽ പരിപോഷിച്ച് അല്ലെങ്കിൽ വളർത്തി വലുതാക്കിയ വിധം ഒന്ന് ഓർത്തു നോക്കും. മികച്ച ഒരു ഫുട്ബോളർ ആവാൻ അനിവാര്യമാണെന്ന് ലോകം കരുതിയിരുന്ന പല ഘടകങ്ങളുടെയും ഒരു അഭാവം മെസ്സിക്കുണ്ട്. പക്ഷെ ആ അഭാവത്തെ എല്ലാം തന്റെ സ്വതസിദ്ധമായ പ്രതിഭ കൊണ്ട് മറികടന്ന ഒരു വ്യക്തിയാണ് മെസ്സി. അസാമാന്യമായ ഒരു ശാരീരിക ശേഷിയില്ലാത്ത, എപ്പോഴും അന്തർമുഖനായി കാണപ്പെടുന്ന ഒരു ബാല്യകാലം മെസ്സിക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ലോകത്തെ 1-ാം നമ്പർ ഫുട്ബോൾ താരമായി അനേകം കോടി മനുഷ്യർക്ക് അദ്ദേഹം താരമായി വളർന്നു മെസ്സി. എന്നാൽ ആ വളർച്ചയുടെ പടവുകളിൽ മെസ്സിയെ തുണച്ചത് എന്താണ്? അതായത് മെസ്സിയെ ആ വളർന്നു വരുന്ന താരമായി തുണച്ചത് സഹകളിക്കാരും പ്രതിഭാധനരായ കോച്ചുമാണ്. ചില കളികൾ അങ്ങനെയാണ്, നമുക്ക് മാത്രം അതില് മുന്നിലേക്ക് അല്ലെങ്കിൽ ആ ടീമിനെ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതിലൊന്ന് ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോൾ, അങ്ങനെയുള്ള കളികൾ. പക്ഷെ ചില കളികളുണ്ട്, ബാഡ്മിന്റൺ, ചെസ്, അതിലെല്ലാം നമ്മുടേതായ ഒരു വ്യക്തിയുടെ സ്വാധീനമാണ് ആ കളികളിലെല്ലാം പ്രകടമാകുന്നത്. പക്ഷെ മെസ്സി ബാഴ്സലോണയിൽ കളിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് നല്ലൊരു പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ കൂടിയും അർജന്റീനയിലേക്ക് വരുമ്പോൾ പലപ്പോഴും അത് മെസ്സിക്ക് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ബാഴ്സലോണയിൽ അദ്ദേഹം ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, പക്ഷെ അർജന്റീനയിലേക്ക് വരുമ്പോൾ ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പലപ്പോഴും പല കളികളിൽ നമ്മൾ നോക്കിയാലായിട്ട് കാണാനായിരിക്കും മെസ്സിക്ക് അത് കഴിയാറില്ല. അപ്പൊ നിസ്സഹായതോടെ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അനേകം സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് വിസ്തരിച്ച് എഴുതുന്നുണ്ട് നമ്മുടെ മാഴ്സലറ മോറ അറോജ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ അറോജ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, മെസ്സി എപ്പോഴും ഒരു പ്രതിഭാശാലിയായ നല്ലൊരു പ്ലെയർ തന്നെയാണ്, പക്ഷെ ആ പ്രതിഭയെ പുറത്തു കൊണ്ടുവരാൻ ഒരു മികച്ച ഒരു ടീം വേണം. മികച്ച ഒരു ടീമിൽ കളിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു മെസ്സി മാജിക് പോലെയാണ് നമ്മുടെ ഇവിടെ തുടരും സിനിമയിൽ വന്നാൽ മോഹൻലാലിന്റെ. അതായത് മികച്ച സംവിധായകർക്കൊപ്പം അഭിനയിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മോഹൻലാൽ മാജിക് ഉണ്ട്. അത് പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നമ്മളൊരു കളിമൺ രൂപത്തെ ഇങ്ങനെ നല്ല ശില്പി അതിനെ മെനഞ്ഞ് നല്ല രൂപങ്ങളാക്കുന്ന പോലെ ഒരു സംവിധായകന്റെ കയ്യിൽ, നല്ലൊരു സംവിധായകന്റെ കയ്യിൽ കിട്ടിയാൽ മോഹൻലാൽ എന്ന മാജിക്കിനെ അവർ പിഴിഞ്ഞെടുക്കും. ഇവിടെ മോഹൻലാലിന്റെ കാര്യത്തിൽ വന്നാൽ നിരന്തരം ഒരു അന്തർമുഖനാണെന്ന് ഓർമ്മിപ്പിക്കുന്ന മോഹൻലാൽ, ഒന്ന് തോളി ചെരിഞ്ഞ് നടക്കുന്ന ഒരു മോഹൻലാൽ. അതായത് മലയാളത്തിലെ നമ്മളെല്ലാം പറയുന്ന ആ ലാലേട്ടൻ, ആ ലാലേട്ടൻ ആയതിന്റെ പിന്നിൽ അനേകമായ ഘടകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. 80 കാലഘട്ടത്തിലെ ഒരു സിനിമകൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, അത് അന്നത്തെ കാലഘട്ടത്തിലെ യുവാക്കളുടെ കഥകൾ തന്നെയായിരുന്നു. അത് നാടോടിക്കാറ്റ്, അതുപോലെയുള്ള പലതരം സിനിമകൾ നമ്മൾ എടുത്തു നോക്കിയാൽ TP ബാലഗോപാല, നാടോടിക്കാറ്റ് തുടങ്ങിയ സിനിമകളെല്ലാം. അവിടെ നിന്ന് മോഹൻലാലിന്റെ മറ്റൊരു രൂപ പരിണാമമാണ് നമ്മൾ കണ്ടത്. അതായത് മലയാള യുവാക്കളുടെ സൂപ്പർ ഹ്യൂമൻ ഒരു പൗരുഷ സങ്കല്പത്തെ ഡിഫൈൻ ചെയ്ത സിനിമകൾ പിന്നീടാണ് വന്നത്. അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ, പൂവള്ളി ഇന്ദുചൂടൻ,
MN കാർത്തികേയൻ, നെടുമ്പള്ളി സ്റ്റീഫൻ, ആ ലെവലിലേക്കെല്ലാം മോഹൻലാൽ എന്ന നടനെ യുവാക്കള് ആഘോഷിക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും ചിലര് ആ പഴയ വിന്റേജ് ലാലേട്ടന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതായത് തങ്ങളുടെ നിത്യജീവിതത്തിലെ എല്ലാ അടവുകളും അല്ലെങ്കിൽ എല്ലാ അടരുകളും തെളിഞ്ഞു നിൽക്കുന്ന ആ പഴയ വിന്റേജ് ലാലേട്ടന്. പക്ഷെ ആ വിന്റേജ് ലാലേട്ടനെ നമ്മൾ കാത്തിരിക്കെങ്കിൽ കൂടിയും മോഹൻലാലിന്റെ ഈ അതിമാനുഷികമായ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവരെപ്പോഴും പരിഭവങ്ങൾ പറയാതെ നല്ല സിനിമകൾക്കായി എപ്പോഴും കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനത്തെ വേഷങ്ങൾ വരുമ്പോൾ ഒരിക്കലും മോഹൻലാലിനെ ഒരു അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സിയുടെ കാര്യത്തില് പെനാൽറ്റിക്ക് നഷ്ടപ്പെടുത്തിയ മെസ്സിയെ അധിക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് വിമർശിച്ച ഒരുപാട് മെസ്സി ആരാധകരുണ്ട്. പക്ഷെ അവരുടെ എല്ലാം സ്വപ്നമാണ് ലോകകപ്പ് ഉയർത്തിയതിലൂടെ മെസ്സി നേടിയത്. അപ്പൊ മെസ്സിക്ക് തന്റെ എല്ലാ മാജിക്കുകളും പുറത്തെടുക്കാൻ അവസരമൊരുക്കുന്ന നിലയിൽ ഒരു ടീമിനെ സജ്ജമാക്കുന്നത് ഇതിനുവേണ്ടി അന്നത്തെ കോച്ചായ ലയണൽ സ്കലോണി ചെയ്തത് അതാണ്. അവിടെ ലയണൽ സ്കലോണിയും അയാളുടെ ടീമും ഒരു മെസ്സി മാജിക്കിന് വേണ്ടി കളമൊരുക്കിയതുപോലെ തന്റെ അസാമാന്യ അഭിനയ ശേഷി കൊണ്ട് പ്രേക്ഷകരെ എപ്പോഴും വിസ്മയിച്ചിട്ടുള്ള മോഹൻലാലിന് ഒരു അഴിഞ്ഞാടാനുള്ള അല്ലെങ്കിൽ വിന്റേജ് മോഹൻലാലിന് പഴയ മോഹൻലാലിന് നമുക്ക് തിരിച്ചു തരാനുള്ള കളമൊരുക്കുകയാണ് ഒരർത്ഥത്തിൽ തരുണും സംഘവും ഇവിടെ ചെയ്തത്. അങ്ങനെ പറഞ്ഞാൽ ഒരു തെറ്റും നമുക്ക് ഇവിടെ ഇല്ല. മോഹൻലാൽ മാജിക് എന്ന് പറയുന്ന ഒരു മനോഹരമായ സ്വപ്നം, ആ സ്വപ്നം ഈ തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇനിയും ഇതുപോലുള്ള മനോഹരമായ സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.